എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയല്ലേ, മഴ കാരണം മടിയാണ്, ഒരു ജാതി അലസതയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അധികം നേരത്തെ ഒന്നും എഴുന്നേറ്റില്ല. മീൻകുട്ടൻ സ്കൂളില്ലാന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ട് നമ്മൾ അടുക്കളയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, വെണ്ണീര് വാരുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതെടുത്ത് വെക്കുക, അങ്ങനത്തെ പരിപാടികളില്ലേ, എന്താ പറയുക, പാത്രം എടുത്ത് വെച്ചു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ ശേഷം ഞാൻ കുളിക്കാൻ പോകണം. ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അരിമാവ് പുളിക്കാത്തത് കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ തിരക്കില്ല. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പൂജാമുറി തുടയ്ക്കാനുള്ള ചപ്പത്തുണിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് പൂജാമുറിയൊക്കെ തുടച്ച് വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു ചന്ദനക്കുറിയൊക്കെ തൊടുകയാണ് കേട്ടോ. ഇതാണ് ചന്ദനക്കുറി. ഞാനിങ്ങനെ അരച്ച് തൊടുക കേട്ടോ ചെയ്യുക. നമുക്ക് വാങ്ങുന്ന ചന്ദനം അതൊന്നും എനിക്ക് പറ്റില്ല, ചൊറിയാൻ തുടങ്ങും. അപ്പോൾ അതും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അമ്മേനെ ഫോൺ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ വിളിക്കാൻ വൈകി, 7 മണിയായിട്ടോ. ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തുമ്പോഴേക്ക് കുറച്ച് വൈകി. പിന്നെ അമ്മേനെ വിളിച്ച് ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോഹനേട്ടനുള്ള ചായ ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ തണുപ്പുണ്ടല്ലോ, രാവിലെ ഇന്ന് മഴ ഇല്ല കേട്ടോ, ഒന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ സമയത്ത് എനിക്കൊരു ഹോർലിക്സ് എടുത്തു കേട്ടോ. പാലും വെള്ളം കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല, ഈ പാലിൻ്റെ ചുയ ഇഷ്ടമില്ല. അപ്പോൾ ആ ഒരു ചുയ മാറ്റാൻ വേണ്ടി കുറച്ച് ഹോർലിക്സ്, ചായ കാപ്പി കുടിക്കാറില്ലല്ലോ, അപ്പോൾ എനിക്ക് ഇത്തിരി ഹോർലിക്സ് എടുത്തു, മോഹനേട്ടന് ചായ എടുത്തു. അപ്പോൾ ഞാൻ ഇത്തിരിയേ കുടിക്കുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കുടിക്കില്ല, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അമ്മേനെ വിളിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അരി അടുപ്പത്തിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ആയിക്കോട്ടെ അരി എന്ന് വിചാരിച്ചു, ചോറ് വേഗം ആയ പണി കഴിയുമല്ലോ. ഇങ്ങനെ പുറത്ത് പോകാനായിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, എനിക്ക് ഇങ്ങനെ കുറേ നേരം അങ്ങനെ അകത്ത് അടച്ചിരുന്ന് ഭയങ്കര എന്തൊക്കെയോ ഒരു മാനസികമായിട്ട് പ്രശ്നം വരും. കാരണം നമ്മൾ ആരെയും കാണുന്നില്ല, മഴക്കാലത്ത് നമ്മൾ ആരെയും കാണുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഈ മഴ, ആ ഒരു ഭീകരതയല്ലേ ഈ മഴ. വെച്ചാൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമ്മളെ മനസ്സും തെളിഞ്ഞു നിൽക്കും. പക്ഷേ ഈ ഒരു അവസ്ഥ നമുക്ക് തീരെ മനസ്സിന് എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. എനിക്കിങ്ങനെ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും കേട്ടോ ആ സമയത്ത്. അപ്പോൾ ഇന്നിങ്ങനെ കുറച്ചൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്, എന്നാലും ഒരു മൈൻഡ് ഒരു റെഡിയായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ടു. ഇത് കഴിഞ്ഞ തലേന്ന് വെച്ച സാമ്പാറാണ് കേട്ടോ. കാരണം ഞാൻ ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ ചട്നി സാമ്പാറോ ആക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സാമ്പാർ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് തകരയാണ് കേട്ടോ ഒന്ന് ഉപ്പേരി വെക്കുന്നത്. പിന്നെ മത്തനെ കൊണ്ട് ഒരു ഓലനുമാണ് വെക്കുന്നത്. സാമ്പാർ എനിക്ക് മോഹനേട്ടനും പിന്നെ ഉച്ചയ്ക്ക് വേണ്ട, രാവിലെ കൂട്ടി കഴിഞ്ഞാൽ. അപ്പോൾ വിനുക്കുട്ടനുമാണ് ഈ കാര്യമായിട്ട് ഈ സാമ്പാർ കണക്ക് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിൻകുട്ടൻ അപ്പോഴേക്ക് എന്ത് ചെയ്തു, കുളിച്ച് വന്നു. അപ്പോൾ അവനുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെന്താണ്, നൈസായിട്ടുള്ള ദോശ വേണം, നെയ് റോസ്റ്റ് പോലത്തെ ദോശ വേണം. അപ്പോൾ അവൻ അങ്ങനത്തെ ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പോൾ അവന് ഉണ്ടാക്കി കൊടുക്കണ്ട. അവന് സാമ്പാറും ദോശയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ചട്നിയാണ് വിചാരിച്ചത്. അപ്പോൾ ചട്നി മോനോട് പറഞ്ഞു, ഞാൻ അരയ്ക്കേണ്ട, ഇതന്നെ മതി, എന്തിനിങ്ങനെ കുറേ അരയ്ക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവനെ ദോശ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം വന്ന് അരി അപ്പോഴേക്ക് വെന്തു കേട്ടോ. പൊന്നിയരി ആയതുകൊണ്ട് അത്രേ വേവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, അരി വാർത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ മത്തനും ഓലം വെക്കാൻ മത്തനും കുറച്ച് പച്ചമുളക് കൂട്ടു കേട്ടോ. പിന്നെ അപ്പോഴേക്കും മോഹനേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുളിച്ച് വന്നു. അപ്പോൾ മോഹനേട്ടന് കട്ടിയിൽ, മോന് നൈസ് ദോശയാണ് ഇഷ്ടം, മോഹനേട്ടന് കട്ടിയുള്ള ദോശയാണ്. പക്ഷെ പുളി ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല കേട്ടോ ദോശ. കുഴപ്പമില്ല, സോഫ്റ്റൊക്കെ ഉണ്ട്, എന്നാൽ ആ പുളിച്ചിട്ട് ഒരു ടേസ്റ്റ് വരാണ്ടല്ലോ. അപ്പോൾ അതില്ല, ഒരു കുറച്ചൊരിതുണ്ട്. അപ്പോൾ മോഹനേട്ടൻ ഉണ്ടാക്കി കൊടുത്ത ശേഷം ഞാൻ ദോശ കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പുമാവുണ്ട് കേട്ടോ, കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഉപ്പുമാവുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴേക്ക് എന്തായി, ഏകദേശം മത്തനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ഒന്ന് കുത്തി ഉടച്ചു. ശരിക്കും ഓലം കുത്തി ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതവിടെ വെച്ച ശേഷം ഞാൻ എന്ത് ചെയ്താണ്, ഗ്യാസൊക്കെ ഒന്ന് ദോശ ഉണ്ടാക്കുകയും ആ കൂട്ടാൻ തിളപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഇനി കുറച്ചേ ഉള്ളൂ, ഇനി മിനിക്കൂട്ടനുള്ള സാമ്പാർ മാത്രമേ ഉള്ളൂ, ഉച്ചത്തേക്ക് അവനുള്ള സാമ്പാർ മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞു കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം എന്താ സംഗതി വെച്ചാൽ ഇവന് ഓലം കൂട്ടില്ല, ചമ്മന്തി കൂട്ടും, ഉപ്പേരി അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഇന്ന് വാരി കൊടുത്തതാ ഉപ്പേരി, എങ്ങനെയെങ്കിലും ആ വയറ്റിലെത്തിക്കാൻ വേണ്ടി. തകര ഇലക്കറികളൊക്കെ ശരിക്കും കൂട്ടണമല്ലോ, അപ്പം ഞാൻ ഇന്ന് അവന് വാരി കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ആ ഇലക്കറിയൊക്കെ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കറികളൊക്കെ എന്ത് ചെയ്തൊക്കെ കറികളല്ല, പാത്രമൊക്കെ കഴുകി വെച്ചിട്ടോ. ഇന്നിപ്പോൾ കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഓലയിലെ വെള്ളമൊക്കെ വറ്റി. അപ്പോഴൊക്കെ അതിൽ എന്ത് ചെയ്തു, കുറച്ച് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. തേങ്ങാപ്പാൽ അതിന് ഇടയിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിട്ടു, കുറച്ച് കരുവേപ്പിലിട്ടു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നിങ്ങളിങ്ങനെയാണോ ഓലൻ ഉണ്ടാക്കുക? പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ. ചിലർ പിന്നെ ഇതൊന്നും എടുക്കില്ല, കരുവേപ്പിലിടില്ല, വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുകയുള്ളൂ, തേങ്ങാപ്പാലാക്കില്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്തും പല രീതിയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ്.
ഇപ്പോഴേക്കും എന്തായി 2 ദിവസമായി അലക്കാത്ത, ഈ മഴ കാരണം അലക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായി 2 ദിവസമായി അലക്കാതെ മിഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഒക്കെ ഇന്ന് മഴ കാണാത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിടുകയാണ് കേട്ടോ, അലക്കിയിടുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്താണ്, അകംകൊലിയൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. അകംകൊലിയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. പിന്നെ എന്താണ് പറഞ്ഞ പോലെ മഴയാണെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ, എന്തായാലും പൊടി ഉണ്ടാവും. മാറാലയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കാണേയില്ല ഈ മഴക്കാലത്തിൽ, ഇരുട്ട് പിടിച്ചിട്ട് എനിക്ക് ഒന്നാമത് എന്തോ ഒരു പോലെയായി മഴ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ ശേഷം, മഴ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് മഴ. പക്ഷെ എനിക്കിങ്ങനെ മൂടിക്കെട്ടി അന്തരീക്ഷം ഒരുപാടാകുമ്പോൾ മനസ്സിന് എന്തോ ഒരു പ്രശ്നം, എവിടെയും ആരെയും കാണാണ്ടൊക്കെ ഇരിക്കും കേട്ടോ, അതാണ്. അങ്ങനെ തകരയൊക്കെ മോഹനേട്ടൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധാ നാടൻ രീതിയിലാണ് കേട്ടോ ഈ ഉപ്പേരി വെക്കുന്നത്. കുറച്ച് കടുകും മുളകും കരിവേപ്പിലയൊക്കെ ഇട്ടു, അതിലേക്ക് കുറച്ച് അരിയൊക്കെ വറുത്തിട്ടിട്ട്, ഉള്ളി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അല്ലാതെ പണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ, അരിയൊക്കെ വറുത്തിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് വേവാൻ കുറച്ച് വെള്ളം വേണം കേട്ടോ. തകര നമ്മൾ ചീരിയൊന്നും വേവുന്ന പോലെ വേവില്ല, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, അത് അടച്ചു വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ വെന്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് അത് മാറ്റി വെച്ചു. ആ ചുക്കുവെള്ളത്തിന് എന്ത് ചെയ്തു, വീണ്ടും അടുപ്പിലേക്ക് തന്നെ വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ അവിടെ നിന്നുള്ളതൊക്കെ കഴുകാനുള്ളതൊക്കെ മാറ്റി, പിന്നെ എന്ത് ചെയ്യാണ്, ആ കടലാസ് അവിടെ വെക്കുന്നത് എനിക്ക് അടുപ്പ് കത്തിക്കാനുള്ള കടലാസാണ് കേട്ടോ, ആ മൂലയിൽ വെച്ചത്. അപ്പോൾ ഇനി അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, അടുപ്പൊക്കെ ഒന്ന് നല്ല ചൂടോടെ തന്നെ തുടച്ച് വെച്ചു. അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, അലക്കി ഉണങ്ങി വന്നതൊക്കെ എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇട്ടു. ഇനി ഒരു സെറ്റും കൂടെ ഉണ്ട് കേട്ടോ ഉണക്കി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ ഉണക്കാനിട്ട ശേഷം ഞാനൊക്കെ ഒന്ന് തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചുവാരൽ കഴിഞ്ഞല്ലോ, പിന്നെ എല്ലാ ആകും ഒക്കെ ഒന്ന് തുടച്ചു. അപ്പോൾ ഇന്ന് വെയിൽ കാണുമ്പോൾ വെയിലെന്ന് പറയാൻ പറ്റില്ല, മഴ ഇല്ല, അതന്നെ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് നല്ല കട്ടി വെയിലൊന്നും വന്നിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അക്കവും കോലവും ഒക്കെ തുടച്ച് വന്നു. വിനുക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആറിടാൻ പോകുമ്പോൾ മോൻ മേലെ വന്നിട്ടൊന്ന് അമ്മയ്ക്ക് ഫോട്ടോ എടുത്ത് തരണേന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ചമ്മന്തി അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ച് വന്നിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് എന്താ വെച്ചാൽ ഇത്തിരി ഉള്ളി, കരുവേപ്പില, പുളി, പിന്നെ മുളക് പൊടി, ഉപ്പ്, ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ചുവന്ന ചമ്മന്തി. ഇത് വിനുക്കുട്ടന് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി, അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ചമ്മന്തിയാണ്. പണ്ടൊക്കെ അമ്മിയിലൊക്കെ അരയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ കണ്ടില്ലേ, എന്നാലും ഞാൻ അമ്മിയിലൊക്കെ അരച്ച പോലെ തന്നെ നല്ലോണം ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വിനുക്കുട്ടൻ എന്ത് പറഞ്ഞു എന്നറിയോ, വിനുക്കുട്ടൻ പറഞ്ഞു വിനുക്കുട്ടന് ചായ വേണം, ബിസ്ക്കറ്റും റസ്ക്കും ഒക്കെ മുക്കി തിന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ അമ്മ എന്തായാലും ഹോർലിക്സ് പാലും വെള്ളം കുടിക്കാം, എനിക്ക് പാലും വെള്ളം വേണ്ടക്ക് ഇഷ്ടമല്ല, എന്നാൽ അമ്മ ഹോർലിക്സ് കുടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് ഞാൻ ഒരു അര ഗ്ലാസ്, എനിക്ക് ഇഷ്ടമല്ല എന്നാലും ഉണ്ടാക്കിച്ചു. പിന്നെ അവൻ ചായ ഉണ്ടാക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആറിടാൻ വന്നു കേട്ടോ. ഞാനും മോനും കൂടെ മേലെ വന്ന്, എനിക്കൊരു വീഡിയോ എടുത്തരാൻ ആൾ വേണമല്ലോ, അപ്പോൾ അവനെ ഞാൻ കയറ്റി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അല്ല, ഞാൻ ആറിയിടുന്ന്, അവൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ലൈവിന് പോവും. ലൈവിനൊക്കെ പോയി കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്ത് പോകണമെന്നുണ്ട്, മഴയൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ മോഹനേട്ടൻ വന്നു. അപ്പോൾ മോഹനേട്ടന് ചോറ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. മോഹനേട്ടന് പിന്നെ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇലക്കറി ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ഉപ്പേരിയൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്നു, മഴ പെയ്യോ നോക്കി നിന്ന ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ മഴയൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാം. എന്തൊരു സന്തോഷമാണെന്ന് പറയും, എനിക്കൊന്ന് പുറത്തിറങ്ങിയപ്പോൾ. എനിക്കിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആരെയും കാണാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു വിമ്മിഷ്ടമല്ലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഒരാഴ്ചയായി വീടിൻ്റെ പുറത്തിറങ്ങുന്നില്ല. മറ്റേ പാട്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒന്ന് പുറത്തിറങ്ങുന്നത്, അപ്പോൾ അതുമില്ല. അപ്പോൾ ഇപ്രാവശ്യം പാട്ട് ക്ലാസ്സും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ റിലയൻസിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നത്. അപ്പോൾ റിലയൻസിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ, ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. അതിനുശേഷം പിന്നെ വിനുക്കുട്ടൻ അവിടെ നിന്ന് ഒരു ഷർട്ട് എടുത്തു കേട്ടോ. വില കുറഞ്ഞിട്ട് കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ഷർട്ട് വാങ്ങി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് ഒരു ചായയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും ഒക്കെ തരണേ. ഓക്കെ, ബൈ ബൈ.